പത്തനംതിട്ട വെട്ടിപ്പുറത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന ഹോമിയോ ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു. ദീർഘനാളായി വളരെയധികം ശോച്യാവസ്ഥയിലായിരുന്ന കെട്ടിടം മാറ്റി പുതിയ കെട്ടിടം വേണമെന്ന ആവശ്യം നിലനിന്നിരുന്നു. തുടർന്ന് വാർഡ് കൗൺസിലർ CK അർജുനൻ പുതിയ കെട്ടിടം കണ്ടെത്തി നഗരസഭയെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് സമയോചിതമായ ഇടപെടലിൽ ഹോമിയോ ആശുപത്രിക്കായുള്ള പണികൾ പൂർത്തീകരിച്ചാണ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വാർഡ് കൗൺസിലർ CK അർജുനൻ അധ്യക്ഷത വഹിച്ചു. പത്തനംതിട്ട നഗരവാസികളുടെ ചിരകാല അഭിലാഷമായിരുന്നു പത്തനംതിട്ട നഗരത്തിൻ്റെ ഹോമിയോ ഹോസ്പിറ്റൽ. പഴയ ബിൽഡിംഗ് വളരെ പരിതാപകരവും വളരെ ശോച്യാവസ്ഥയുമായിരുന്നതിൻ്റെ ഫലമായി നഗരസഭയിൽ ഈ വിഷയങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയർമാൻ കേൾക്കുകയും വളരെ അർത്ഥബദ്ധമായ വിവരങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ബിൽഡിംഗ് കണ്ടെത്തുകയും അതേപോലെ തന്നെ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെയും വളരെ ദ്രുതഗതിയിൽ നടത്തുവാനായിട്ട് കഴിഞ്ഞു. അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായി ബിൽഡിംഗ് കണ്ടെത്തുകയും ഒരു ഹോസ്പിറ്റൽ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ എല്ലാവിധമാകുന്ന ചുറ്റോട്ടങ്ങളോടും കൂടി ആ ഹോസ്പിറ്റൽ പൂർണ്ണമാക്കുവാനും അത് പൂർണ്ണലെത്തിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്താനും കഴിഞ്ഞു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറി അലക്സ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ വൈസ് ചെയർമാൻ ആമിന ഹൈദരലി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇന്ദിരാമണിയമ്മ, KR അജിത് കുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് K ജാസിംകുട്ടി, A സുരേഷ് കുമാർ, റോഷൻ നായർ, അഖിൽ അഴൂർ, ആൻസി തോമസ്, ആനി സജി, മേഴ്സി വർഗീസ്, സിന്ധു അനിൽ, R സാബു, അനീഷ് PK, ശോഭ K മാത്യു, വിമല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.